ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. 2 വർഷം മുമ്പ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വീട്ടിൽ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. കോളേജിൽ വിട്ടില്ല, എങ്ങും വിട്ടില്ല, ഫോൺ എടുത്തു വെച്ചു, ആരോടും മിണ്ടാൻ പാടില്ല, TV ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ജോൽസിനെ റെക്കമെൻഡ് ചെയ്തു. എൻ്റെ പാരൻസ് ഒന്നും നോക്കാണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ട്. അയാൾ പറഞ്ഞു എനിക്കിപ്പം കൈവശം തന്നേക്കുവാണ്, അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ പിന്മാറാത്തത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരി വന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അയാൾ പറയണൊക്കെ കേട്ടിരുന്നു. അങ്ങനെ അയാൾ പറഞ്ഞു ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അയാൾ പറയാനായിട്ട് ഒന്നും നോക്കാണ്ട് എൻ്റെ വീട്ടുകാർ പിറ്റേ ദിവസം തന്നെ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി. അമ്പലത്തിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെ ചെന്ന് നമ്മൾ തലേ ദിവസം സ്റ്റേ ചെയ്തു. രാവിലെ ആയപ്പോൾ നമ്മൾ എണീറ്റ് വെളുപ്പിന് അമ്പലത്തിൽ പോയി. ഒരു 8 മണി വരെ അവിടെ ഇങ്ങനെ കുത്തിയിരുന്നു. 8 മണിയായപ്പോൾ അവർ നമുക്കൊരു സാധനം കഴിക്കാൻ തന്നു. കുറച്ച് പഴം കട്ട് ചെയ്തതും പിന്നെ ഒരു വെള്ളം പോലത്തെ ഒരു സാധനം, അതിനൊരു ചന്ദനത്തിന്റെ ഒരു പച്ചച്ചെടിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഈ അമ്പലത്തിന് ചുറ്റും നടക്കാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 10 മണി വരെ അമ്പലത്തിന് ചുറ്റും നടന്ന് നമ്മൾ ടയേർഡായി വരുമ്പോഴത്തേക്കും അവർ നമുക്ക് കുറെ വെള്ളം തരും. ആ വെള്ളം കുടിച്ച് വയറ് നിറച്ച് നമ്മൾ ഛർദ്ദിക്കും. ആ ഛർദ്ദിക്കുമ്പോഴാണ് ഈ കൈവശം പുറത്തേക്ക് വന്നത്. ഞാനിങ്ങനെ കുടിച്ച് ഛർദ്ദിക്കുന്നവരെ എന്നെ കുടിപ്പിച്ചു. അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് വന്ന് എന്തോ ഒരു സാധനം പോയി. എനിക്ക് തോന്നുന്നത് എൻ്റെ വയറ്റിൽ എന്തോ ബ്ലോട്ട് ചെയ്ത് കിടന്ന എന്തോ സാധനമാണ്. അത് കണ്ടിട്ട് നമ്മൾ ഈ ഡോഗ്സിനൊക്കെ കൊടുക്കുന്ന ഗ്രേവി ഫുഡ് പോലെയാണ് എനിക്ക് തോന്നിയത്. വോമിറ്റ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കിളി പോയ ഫീലായിരുന്നു. ഞാൻ കുറെ നേരം ഒന്ന് ഇങ്ങനെ ഇരുന്ന് പോയി. അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി. ആ പോസിറ്റീവ് എനർജിയിൽ ഞാൻ ഉറപ്പിച്ചു, ഞാൻ ഇവനെ തന്നെ കെട്ടു. ഞാൻ വേറെ ആരും കിട്ടില്ല. ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് മാറില്ല. എനിക്ക് അത്രയും നാളും ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ച. പക്ഷെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയാൽ മതി ഇതായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. അങ്ങനെ ഞാൻ ആ ലക്ഷ്യം പൂർത്തീകരിച്ചു. ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഒരു കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നു. ഇതൊക്കെ എനിക്ക് മാത്രമാണോ അതോ മറ്റുള്ള കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേസ് ഇതൊന്നും ആർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ആലോചിക്കുന്നു. ബിക്കോസ് ദാറ്റ് വോമിറ്റിംഗ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി. അപ്പൊ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ഇത്രയുള്ള ഗൈസ്. ഓക്കെ, ബൈ.